IPL സീസണിൽ ആദ്യമായി ചെന്നൈ സൂപ്പർ കിങ്സ് ടോസ് ജയിക്കുകയാണ്. ഋതുരാജ് ഗെയ്ക്വാദിന് ഭാഗ്യം കിട്ടുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്. ബാംഗ്ലൂരിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ടോസ് നേടുന്നു, ബൗളിംഗ് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2 മത്സരങ്ങളിലും CSK ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങി പരാജിതരാകുകയാണ് ചെയ്തത്. ആ ദിശ മാറ്റിയെടുക്കുക, ആദ്യ വിജയം സ്വന്തമാക്കുക എന്ന് തന്നെയാണ് ചെപ്പോക്കിൽ ഇറങ്ങുന്ന ഗെയ്ക്വാദിനും സംഘത്തിനും മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. നേരെ മറിച്ച് ബാംഗ്ലൂർ ആവട്ടെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഗംഭീരമായ ഒരു വിജയത്തിന് ശേഷം രണ്ടാമത്തെ മത്സരത്തിൽ ഇറങ്ങുകയാണ്. CSK എപ്പോഴും ഉള്ളതുപോലെ തന്നെ ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതേ പേസ് നിരയായിട്ടാണ് CSK ഇത്തവണയും ഇറങ്ങുന്നത്. അത് എത്രമാത്രം ഈ തിരിച്ചടിയാകുമോ ഇല്ലോ എന്നൊക്കെ നോക്കി കാണേണ്ടതുണ്ട്. നേരെ മറിച്ച് RCBയും അവരുടെ ഗംഭീരമായ മത്സരത്തിന് ശേഷം തിരിച്ചിറങ്ങുമ്പോഴേക്കും എല്ലാ കണ്ണുകളും നോക്കുന്നത് CSKക്കെതിരെ തന്നെയാണ്. കാരണം RCB നേരത്തെ ഒരു മത്സരം കളിച്ചിട്ട് ഒരു മത്സരം ജയിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു മത്സരവും ജയിക്കാതെ നിൽക്കുന്നത് ചെന്നൈയാണ്. അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. സ്വാഭാവികമാണ്. കാരണം ആ ടീമിന് ഒന്ന് ജയിച്ച് തുടങ്ങേണ്ടത് വളരെയധികം അനിവാര്യമാണ്. അവരുടെ ടീമിൽ ഒന്നാമത് ഒരുപാട് പരിക്കുകളുണ്ട്. ഡെവോൾ ബ്രെവിസ് ഇപ്പോഴും പരിക്കിൽ നിന്ന് മുക്തനായിട്ടില്ല, ടീമിലിടം കിട്ടുന്നില്ല. CSK അതേ ടീമുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ധോണിയില്ല, ബ്രെവിസ് ഇല്ല, എല്ലിസ് ഇല്ല. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ CSKയുടെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നുമുണ്ട്, ടീമിൻ്റെ സൈഡിൽ നിന്നുമുണ്ട്, പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് താനും. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് CSK. അതേപോലെ തന്നെ RCBക്ക് പക്ഷേ അവർക്ക് കൃത്യമായ പേസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ്. ധോണിയുടെ പരിക്ക് CSKക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയായിട്ട് നിൽക്കുകയാണ്. സോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ചിന്നസ്വാമി സ്റ്റേഡിയം ഹോം ഗ്രൗണ്ടാണ്. ആ ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ മാക്സിമം റൺസ് നേടിയെടുക്കുക, അത് തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ദേവദത്ത് പടിക്കൽ, ഫിൽ സോൾട്ട്, വിരാട് കോഹ്ലി എന്ന ആദ്യത്തെ 3 പേരിൽ അവർ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. രജത് പത്തിദാർ എന്ന ക്യാപ്റ്റനും പിന്നാലെ വരുന്ന ജിതേഷ് ശർമ്മയ്ക്കും ടിം ഡേവിഡിനും റൊമേറിയോ ഷെപ്പേർഡ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബാറ്റിംഗ് നിരയുണ്ട്. റൊണാൾഡ് പാണ്ഡ്യ എന്ന ഓൾറൗണ്ടർ 8ാമത് വരും. അതിനുശേഷം വരുന്ന അഭിനന്ദൻ സിംഗ് ആവട്ടെ, ജേക്കബ് ഡഫി ആവട്ടെ, ഭുവനേശ്വർ കുമാർ ആവട്ടെ, ഇങ്ങനെ നിൽക്കുന്നവർ ഒരു പ്രധാനപ്പെട്ട ബൗളിംഗ് സൈഡായിട്ട് നിൽക്കുന്നു. ജേക്കബ് ഡഫി ഗംഭീരമായ പ്രകടനമാണ് കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചത്. അത് RCBക്ക് വലിയൊരു ഗുണം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ അവർ ഈ മത്സരത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നു. നേരെ മറിച്ച് CSKയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 2 ഓപ്പണേഴ്സ് ഇതുവരെ തിളങ്ങാതെ നിൽക്കുന്ന ക്യാപ്റ്റനും സഞ്ജു സാംസണിൻ്റെയും ഒരു പ്രശ്നമുണ്ട്. അത് മാറ്റിയെടുക്കുക എന്നത് തന്നെയാണ്. ആയുഷ് മാത്രമേ കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങി, അത് ഇത്തവണയും ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഊർൽ പട്ടേലിന് ഇതുവരെ മത്സരം കൊടുത്തിട്ടില്ല. എന്താണ് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നുണ്ടാവുന്ന ഡെസിഷൻ മേക്കിംഗ് എന്ന് മനസ്സിലാകുന്നതുമില്ല. നേരെ മറിച്ച് ഇനി വരാനുള്ളത് ശിവം ദൂബെ, കാർത്തിക് ശർമ്മ, പ്രശാന്ത് വീർ അടങ്ങുന്ന താരങ്ങളാണ്. മാറ്റ് ഹെൻറി, നൂർ അഹമ്മദ്, അൻഷുൽ കാംബോജ്, ഖലീൽ അഹമ്മദ് എന്ന ബൗളിംഗ് നിരയും അവർക്കൊപ്പമുണ്ട്. സോ ബൗളിംഗ് യൂണിറ്റ് CSKക്ക് അത്ര വലിയ ഗംഭീരമായ പ്രകടനമൊന്നുമല്ല ഇത്തവണ നടത്തിയിരിക്കുന്നത്. അതൊന്ന് മാറ്റിക്കുറിക്കുക എന്ന് തന്നെയാണ്. പക്ഷേ ചിന്നസ്വാമി സ്റ്റേഡിയം ബാറ്റർമാരുടെ സ്റ്റേഡിയമാണ്. ബൗളർമാർക്ക് ഒരിക്കലും അവിടെ വന്ന് എറിയാൻ താല്പര്യമില്ലാത്തൊരു സ്റ്റേഡിയമാണ്. അവിടെ നിന്നുകൊണ്ട് ഈ CSK ബൗളിംഗ് ടീമിന് എന്താണ് ചെയ്തു വെക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നേരെ അതോടൊപ്പം തന്നെ ചേസ് ഡൗൺ ചെയ്യാൻ പോവാണ് CSK. ഒരു പക്ഷേ ഒരു അപ്പർ ഹാൻഡ് CSKക്ക് ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും ടോസിൽ. അതുകൊണ്ട് തന്നെയാണ് അവർ ബൗളിംഗ് തിരഞ്ഞെടുത്തത്. ആ ഒരു അപ്പർ ഹാൻഡ് മുതലാക്കാൻ തന്നെയായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശം ഫലം കാണുമോ എന്നത് ഏറ്റവും നിർണായകമായ ചോദ്യമാണ്. എന്തായാലും ടോസ് ആദ്യമായിട്ട് ഗെയ്ക്വാദിനെ തുണയ്ക്കുന്നു. അത് CSKക്ക് റിസൾട്ടിൽ തുണയ്ക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.